അപ്പം ഈ ധ്യാനത്തിലൂടെ നമ്മുടെ ആത്മീയ ചൈതന്യത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മ ചൈതന്യത്തിൽ കുറേ നേരം ഇരിക്കാനുള്ള പ്രാക്ടീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ദിവസം കൊണ്ടൊന്നും കിട്ടുന്നതല്ല. നമ്മളത് നിത്യം പ്രാക്ടീസ് ചെയ്യണം. അഭ്യാസേനത് കൗന്ദേയ, അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് വൈരാഗ്യം ഉണ്ടാവും, എല്ലാം അങ്ങനെ ഇതുണ്ടാവും. അപ്പം നമ്മൾ ഈ വേദങ്ങളും അതും ഇതെല്ലാം പറയുന്നത് മനസ്സിനെ എങ്ങനെ നമുക്ക് ഏകാഗ്രതയിലാക്കി നിശ്ചലമാക്കി നമ്മുടെ ആത്മചൈതന്യവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇരിക്കാൻ കഴിയും. ഇതാണ് എല്ലാ വേദങ്ങളിലും പറയുന്നത്, വേറെ ഒന്നുമല്ല. എല്ലാ വേദങ്ങളും പരിശോധിച്ച ഒറ്റ കാര്യം പറയുന്നത്, നിൻ്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രം പോരാ, ആത്മീയ ചൈതന്യത്തിൽ ആ ബ്രഹ്മസ്വരൂപത്തിൽ എത്ര നേരം നിനക്ക് ബ്രഹ്മവും നീയുമായി ഒന്നായി ചേർന്നിരിക്കാം. സന്യാസിമാർക്ക് പ്രാക്ടീസ് ചെയ്ത് ഇവർ കണ്ണടച്ചാൽ വേറെ ഒരു രോഗവും ഇല്ല. ബ്രഹ്മവും അവരും മാത്രം, രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ സത്യത്തെ, ആ ആത്മീയ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് അവരിക്കും. നമുക്ക് കുറച്ച് ദിവസം എടുക്കേണ്ടി വരും. നമുക്ക് സന്യാസിയെ പോലെ ഒന്നും ആവണ്ട, എങ്കിലും നമുക്ക് കുറച്ച് പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, മനസ്സാണ് നമ്മുടെ ജീവിതത്തിനെ നരകതുല്യമാക്കുന്നതും നമുക്ക് നമ്മുടെ മനസ്സിനെ. സ്വർഗവും നരവും ഒക്കെ പണിയുന്നത് ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികളോ നമുക്ക് ചുറ്റുമുള്ള ആളുകളോ നമ്മുടെ ബന്ധുക്കളോ ഈ ലോകമോ ഒന്നുമല്ല, നമ്മൾ തന്നെയാണ്. ഈ നരകതുല്യമായ ജീവിതത്തെ സ്വർഗീയ തുല്യമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്തിനെ നിയന്ത്രിക്കാൻ പഠിക്കണം? മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഈ മനസ്സിലൂടെയാണ് ഇതെല്ലാം നമ്മൾ എത്തിച്ചേരുന്നത്. ആലോചിച്ച് നോക്കിയാൽ, അല്ലാതെ ഈ നമ്മുടെ ജീവിതം നരകതുല്യമാകുന്ന മനസ്സിൽ കൂടെ മാത്രം നിത്യ ദിവസം കഴിച്ചുകൂടാൻ സാധിക്കാത്ത ദരിദ്രരായ ആളുകൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട്, സന്തോഷമായി. പക്ഷേ കോടാനുകോടി രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല. മനസ്സാണ്. അപ്പം മനസ്സിനെ നിയന്ത്രിക്കുക. ഇപ്പം ഈ മനസ്സിനെ നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? നമുക്ക് ഒരിക്കലുമല്ല. മനസ്സിനെ നിയന്ത്രിക്കുകയും നിശ്ചലാവസ്ഥയിൽ നിർത്താൻ കഴിയുന്നവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയവർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം നേടി ആരാൻ ചോദിച്ചാൽ, എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിശ്ചലാവസ്ഥയിൽ ഇരുത്താൻ എനിക്ക് കഴിയും. എംറ്റിയാക്കി, വാക്യൂമാക്കി, ഒന്നുമില്ലാത്ത ഒരു മനസ്സ് ആലോചിച്ച് നോക്കി എന്ത് സുഖമായിരിക്കുമെന്ന്. പരമസുഖം. അതുപോലെ സുഖം ജീവിതത്തിൽ കിട്ടാനേ ഇല്ല. ഒന്നുമില്ല മനസ്സിൽ. ക്വൈറ്റ് എംറ്റി, നിശ്ചലമാണ്, ശൂന്യമാണ്. എന്ത് സുഖമാണെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ പോയി നമുക്ക് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ സമയമില്ല. നമുക്ക് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഈ മാനസികമായ ഈ സമ്മർദ്ദങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൈരാശ്യങ്ങളും വെറുപ്പുകളും ഡിസ്ട്രെസ്സുകളും ഒക്കെ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ഉണ്ട്. അത് മുഖാന്തരമാണ് നമ്മുടെ മനസ്സിങ്ങനെ ചിഹ്നപന്നമായി പോകുന്നത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തുടർന്ന് നമുക്ക് ഒരു മെഡിറ്റേഷനും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് മെഡിറ്റേഷനിലൂടെ നമ്മൾ പഠിക്കുകയും ചെയ്യും. ഒരു പോയിന്റ് ഞാൻ ഇപ്പോൾ പറയും. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിനെ എന്തുവാ? ചിന്തകൾ. കറക്റ്റ്. എന്തിനെ കുറിച്ചുള്ള ചിന്തകളാണ്? കറക്റ്റ്. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്നത് മനുഷ്യർ തന്നെയാണ്. മനുഷ്യർ മുഖാന്തരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത്. മനുഷ്യർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട് മനുഷ്യർ. രണ്ടാമത്തേത് സാഹചര്യം. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം അതൊരു മനുഷ്യൻ സൃഷ്ടിച്ചതായിരിക്കും, അല്ല അവൻ്റെ ദൈവം സൃഷ്ടിച്ചതാണ്. നെവർ. മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കാനും ശാന്തമായും സന്തോഷമായി ജീവിക്കാനായിട്ട് ഉള്ള ഒരു രാജ്യത്ത് എന്ത് പ്രശ്നമുള്ളൂ നിങ്ങൾക്ക്? നോ. പക്ഷേ എൻ്റെ കൂടെ നടക്കുന്നവൻ, എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തായി നടക്കുന്നവൻ, ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവൻ എന്നെ ചതിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സിനെ ബന്ധമില്ലാതെ വേദനിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അടുത്തുള്ള ആളുകളാണ്. ബന്ധുക്കളും, അത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളും, അത് കഴിഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും, അത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുണ്ട്. ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകുന്ന ബന്ധുക്കളിൽ നിന്നാണ്.
ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും എന്നല്ല അർത്ഥം ഞാൻ പറയുന്നത്. എല്ലാവർക്കും നാളെ ഉണ്ടായിക്കൊടുന്നുമില്ല. ഇപ്പം ഇന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം എനിക്ക് വളരെ ക്ലിയറാണെന്ന് നാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൊടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബന്ധുക്കളാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹിതരാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എത്രയോ ആളുകൾ ഓഫീസിൽ പോയി തമ്മിൽ മിണ്ടില്ല, അറിയാമോ? അറിയേ മിണ്ടില്ല. എത്രയോ ആളുകളെ കാരണം എത്രയോ ആളുകൾ സ്ഥലം മാറിപ്പോയെന്ന് അറിയാമോ? ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യരാണ് മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഈ മനുഷ്യർ, എൻ്റെ ഒരു വ്യക്തി എനിക്കിപ്പോൾ ഇദ്ദേഹം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താ പ്രശ്നം? അതിന് കാരണം എന്തുവാ? എനിക്ക് പ്രശ്നം തോന്നാൻ കാര്യം എന്താ? അദ്ദേഹം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഒന്നും പറ്റുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തെ സ്വഭാവത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറയുന്നില്ല. ഉള്ളിട്ടേ വേറെ ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉൾക്കൊണ്ടാലോ നത്തിങ്. നോ, ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ഒരിക്കൽ പിണങ്ങേണ്ട കാര്യമില്ല. ഐ ഹാവ് അക്സെപ്റ്റ് യു ടോട്ടലി, നോട്ട് ആസ് പാർട്ട്, ഒരു ഭാഗമായിട്ടല്ല. നിങ്ങളുടെ മൊത്തം എന്തെല്ലാം വികൃതമായ സ്വഭാവം നിങ്ങൾക്കുണ്ടോ, എന്തെല്ലാം നല്ല സ്വഭാവം നിങ്ങൾക്കുണ്ടോ, അത് മൊത്തമായി ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത് ടോട്ടലി. there is no problem. ഒരു വ്യക്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടാവേണ്ട പ്രശ്നമേ ഇല്ല. സ്വഭാവങ്ങൾ തമ്മിൽ നമുക്ക് പിടിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തികളുമായിട്ട് ധാരാളം. ഞാൻ ഒരിക്കൽ 1-2 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മതി. ഒരിക്കൽ ഞാൻ നമ്മളെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് അഡ്വക്കേഷന് വേണ്ടി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലുള്ള ക്ലാസ് ജുഡീഷ്യൽ ഓഫീസിനൊക്കെ സ്ട്രെസ് റിലീഫിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ ഒരു എടുത്തോണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള വഞ്ചൂർ അവർക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ്. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു അമ്മ പറഞ്ഞു, മോനെ എൻ്റെ ഒരു മോനുണ്ട് പമ്പാൻ, ഗൾഫിൽ ജോലി ചെയ്യുന്ന വലിയ പ്രശ്നം, അവന് ഉറങ്ങാനും പറ്റില്ല, പിന്നെ നല്ല പഠിക്കാനും കൂടി അവനും കൂടെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും ഇരുത്തണം, വലിയ പ്രശ്നമായിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഞാൻ ഇവരെ പറച്ചിലും കരച്ചിലും കേട്ട് വെച്ചാൽ ഞാൻ ജുഡീഷ്യൽ ഓഫീസറെ അനുവാദം വച്ചു അയാളെ കൂടി ഇരുത്തി. പ്രശ്നം ഞാൻ അയാളെ ചോദിച്ചപ്പോൾ അയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നതാണ്. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 3 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വരും, അപ്പോൾ വരും, അമ്മയെ പോയി ചോദിക്കും, കല്യാണമൊന്നും കഴിക്കാതെ വീട്ടിൽ ഗൾഫിൽ പോകും. ഒരു ദിവസം അമ്മ നോക്കിയപ്പോൾ രാവിലെ ആരോ കതവ് തട്ടുന്നു. അമ്മ നോക്കിയപ്പോൾ മോയ് അവിടെ നിൽക്കണം, മോയ്. അപ്പോൾ എന്താ നീ ഒന്ന് ചോദിക്കാനും പറയല്ലേ? അമ്മ ഞാൻ ജോലിയൊക്കെ മതിയാക്കി, ഞാൻ പോകുന്നു. എന്താ? എൻ്റെ ഓഫീസറുണ്ടല്ലോ, അയാൾ എനിക്ക് പ്രശ്നമാണമ്മ. ഞാൻ അവിടെ നിന്നാൽ എനിക്ക് സംഗതി പോകില്ല, ഞാൻ എൻ്റെ മനസ്സൊക്കെ കൈവിട്ടു പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു എൻ്റെ പ്രശ്നം, അയാളുമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? സാർ അയാൾ എനിക്ക് അയാളെ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സാർ. അയാളുടെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല. എന്തെങ്കിലും ഫയൽ കൊണ്ട് ചെന്നാൽ എടുത്ത് വേഷപ്പെടുത്തെറിയുക, അത് വയ്ക്കുക, വഴക്ക് പറയുക, ഉറച്ച് സംസാരിക്കുക, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എനിക്ക് അയാളുമായിട്ട് ഒരു നിമിഷം അയാളെ കാണുന്നതേ എൻ്റെ പെരുവരിൽ നിന്ന് ഇതാണ്. ഞാൻ ഇവിടെ ജീവനില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് എനിക്ക് ജോലി വേണ്ട സാർ. എനിക്ക് അയാളുമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇയാൾക്ക് ഇവിടെ വന്ന് രാത്രി ഒരു ദിവസം രാത്രി അമ്മ എടുത്ത് മുറിയിൽ ശബ്ദം കേൾക്കണം. 1 മണിക്ക് ചെന്ന് നോക്കിയപ്പോൾ എണീറ്റിരിക്കണം. ഈ പയ്യനെ രാത്രി 1 മണിക്ക് ഈ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു? സുന്ദരമായിട്ട് ഉറങ്ങുന്നു. സൂപ്പറായിട്ട് അയാളാണെന്ന് ഉറങ്ങിയിരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണോ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത് അയാൾ അവിടെ കിടന്ന് നല്ല ചെയ്ത് സുന്ദരമായിട്ട് ഉറങ്ങുന്നു. ഈ വഞ്ചൂരിരുന്ന് അയാളെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു നിനക്ക് അയാൾ മോശമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്റെ ഓഫീസിൽ എത്ര പേര് ജോലിയുണ്ട്? 10-200 പേര് ചെയ്തു. 200 പേർക്കും അങ്ങേരെ നീ പറയുന്ന അഭിപ്രായമുണ്ട്. അതില്ല സാർ. ഞാൻ ചിരിച്ചു. നിന്റെ സ്വഭാവം മുഴുവനും ഞാൻ പറയണം, നിന്റെ സ്വഭാവം ഞാൻ പകർത്താൻ പോവുകയാണ്, അത്ര മിടുക്കൻ എന്ന് പറഞ്ഞാൽ നീ എന്ത് പറയും? പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതം ഈ ലോകത്തുള്ള ആളുകൾ പകർത്തട്ടെ എന്ന് പറയാൻ നിനക്ക് പറ്റുമോ? നെഞ്ചി കൈവയ്ക്കേണ്ട. നിനക്ക് ഒരിക്കൽ പറയാൻ പറ്റുമോ എൻ്റെ സ്വഭാവം എല്ലാ ആളുകളും സ്വീകരിക്കണമെന്ന്? നിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല സാറ്. കുറേ ആളുകൾ അയാൾ സൈഡിലുള്ള എന്നെ വെറുപ്പാണ് സാർ. നമ്മുടെ ഇതാണ് സ്വഭാവം. അയാളിലും ചെറിയ തെറ്റുകുറ്റങ്ങളും നിന്നിലും ഉണ്ട്. നിനക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയാളുടെ ഈ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഈ ഫയല് കൊണ്ട് കൊടുക്കാൻ നേരത്ത് വേറെടുത്ത് ആ സ്വഭാവത്തെ നീ ഉൾക്കൊള്ളുക. ഇയാൾ ഈ സ്വഭാവക്കാരനാണ്. അയാളുടെ മുറി കയറുന്നതിന് മുമ്പ് തന്നെ നീ ആലോചിക്കുക, ഞാൻ ഫയല് കൊണ്ടുപോകുന്നു, അയാൾ എന്നെ വാങ്ങിക്കും, എടുത്ത് മേശപ്പുറത്തെറിയും, എന്നെ അസഭ്യം പറയും. ഇത് നീ ഉൾക്കൊണ്ടുകൊണ്ട് പോയാൽ നീ ചിരിച്ചോണ്ട് നിന്റെ ഉള്ളിൽ ഭയങ്കര ചിരിയായിരിക്കും.
ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നേരത്തെ അറിയാം. പക്ഷേ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ അയാൾ ചിലപ്പോൾ അടി കൊടുത്ത് ജയിലിൽ പോകാൻ തയ്യാറാണ്. ഇതേപോലെ തന്നെ ഒരു ക്ലാസ് എടുത്തൊന്ന് ഒരു യുവതി പറഞ്ഞു, സാറേ എനിക്ക് വീട്ടിൽ ഭർത്താവുമായിട്ട് കഴിഞ്ഞു പോകാനൊക്കെ. അയാൾ ഭയങ്കര ചീത്തോടെ അച്ഛനെ വിളിക്കും, അമ്മ വിളിക്കും, വീട്ടുകാർ ദിവസവും വെള്ളം അടിച്ചുകൊണ്ട് വന്നു. ഇതായിരുന്നു ജോലി എൻ്റെ. അത് ശമ്പളമുള്ള ഇവരാണ്, അപ്പോൾ പാർട്ടികളല്ല, പഠിച്ച് വിദ്യാഭ്യാസമുള്ളവർ. ഞാൻ പറഞ്ഞൊരു വില അപ്പം ഞാനും വല്ലതൊക്കെ പറയും സാർ ദേശം. ഞാൻ പറഞ്ഞു നാളെ ഒരു വിലയും. അയാൾ വരും. വരാൻ നേരത്തെ അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്, കപ്പയും മീനൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് വെച്ചെന്ന് വെച്ചേക്കണം. വന്നുടനെ നിന്നെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു, ചേട്ടാ ഇതൊക്കെ നിന്നെയാണ് വിളിക്കണമെന്നോ നിന്നെ ഉദ്ദേശിച്ചതാണെന്നോ നിനക്ക് തോന്നിയ ഫീൽ ചെയ്യരുത്. നീ അത് എൻ്റെ ചേട്ടൻ ഇതാണ്, നീ കപ്പയും മീനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ചേട്ടാ കഴിക്കുമെന്ന് പറഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നീ കുറേ നേരം ഒന്നും മിണ്ടാതിരുന്നാൽ ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാണ് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്ന് ഏക നാണക്കേട്ട് തോന്നും. അങ്ങനെ ഇത് ആവർത്തിക്കുക. അങ്ങനെ ഇയാൾ 2, 3, 4 ദിവസം ആവർത്തിച്ചപ്പോൾ അയാൾ ഈ വിളിയൊക്കെ നിർത്തി. കാര്യം എന്തുവാ, ഈ സ്ത്രീ ഒറ്റ മറുപടി തിരിച്ചു പറയുന്നില്ല. പറയുന്നു, കേട്ടോണ്ടിരിക്കുന്നു, പറയുന്നു, ചിരിച്ചോണ്ടിരിക്കുന്നു, പറയുന്നു, അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, കേട്ട ഭാവമില്ല. അയാൾ തന്നെത്താനെ തന്നെ നിർത്തി. അപ്പൊ നമുക്ക് ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് അയാളുടെ സ്വഭാവത്തെ പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത. ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ലെങ്കിൽ, അയാളുടെ സ്വഭാവത്തിൽ ഉൾക്കൊള്ളില്ലെങ്കിൽ, ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കും. നിങ്ങളെ ഈ എന്തെന്നില്ലാതെ വേദനിപ്പിക്കും, നിങ്ങളുടെ ഭ്രാന്തനെ വരെ ആക്കും. നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറം കളയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്ത് മാർഗമാണ്? ഞാൻ താങ്കൾക്ക് എന്തെല്ലാം സ്വഭാവമാണോ ഉള്ളത് അതോടുകൂടി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം? അയാൾ ദേഷ്യപ്പെടുന്ന വഴി ആയിക്കൊള്ളട്ടെ, എനിക്കത് ബാധിക്കുകയില്ല. എൻ്റെ ഉള്ളിൽ ഇത് ഇയാളുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊലിക്ക് താഴെ പോവുകയില്ല. ഒരിക്കലും ഞാൻ മനസ്സിൽ അത് ഉൾക്കൊള്ളുകയേയില്ല. ഈ ഒരു കാര്യത്തിലൂടെ അല്ലാതെ നിങ്ങളുടെ ജന്മത്തില് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഇത് ഒരു മാർഗം അല്ല. ഏതൊരു മാർഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി, വേറെ എന്താ മാർഗമുള്ളത്? ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വ്യക്തികളെ എങ്ങനെയാണ് നമുക്ക് ഈ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നുള്ളതിന് ഒരു ചെറിയ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യണം. ആ മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളെയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഏത് സ്വഭാവക്കാരനും ആയിക്കൊള്ളട്ടെ, അയാളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഈ പ്രശ്നങ്ങൾ ഓഫീസിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മളൊരു 5-6 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് പിടിക്കാത്ത ഒരാൾ വരെയാണ്. ഉടൻ തന്നെ അയാളുടെ മുഖമൊക്കെ ഇരുണ്ട് വലിഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന ആളാണ്. ഈ വ്യക്തിയെ കണ്ടോടെ തന്നെ മുഖമൊക്കെ വലിച്ച് കീറി അയാളൊന്ന് മാറിയാണ് ടോട്ടലി. മൊത്തം ചിരിച്ചോണ്ട് ആഹ്ലാദത്തോടുന്ന വ്യക്തിയാ. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി, അയാളല്ല ഇഷ്ടം ഇല്ലാത്തത്, എന്തിനാ അയാളുടെ സ്വഭാവത്തെയാണ് ഇഷ്ടമില്ലാത്തത്. അല്ല അവൻ അയാൾ എന്നെ പോലെ തലയും കണ്ണും മൂക്കും ഒക്കെ ഉള്ള ആളിന് എനിക്ക് എന്തോ വെറുപ്പായി. അയാളുടെ സ്വഭാവത്തെ എനിക്ക് രാമേന്ദ്രനെ ഇഷ്ടമല്ല, രാമേന്ദ്രനല്ല എനിക്ക് ഇഷ്ടമില്ലാത്തത്. പിന്നെ എന്തുവാ, അയാളുടെ സ്വഭാവത്തെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എന്തുകൊണ്ട് നിനക്ക് ഇഷ്ടമില്ല? നിനക്ക് അയാളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ സ്വഭാവത്തോടു കൂടി. അപ്പോൾ ഒരു വ്യക്തിയെ നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ഏതും കൂടെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അയാളുടെ നെഗറ്റീവ് സ്വഭാവം കൂടെ ഉൾക്കൊള്ളാൻ. നെഗറ്റീവ് സ്വഭാവമല്ലാത്ത ഒരു വ്യക്തിയും ദൈവം ഉൾപ്പെടെ ഈ ഭൂമിയിൽ എഴുതിയിട്ടില്ല. മനുഷ്യനായി അവതാരം എടുത്തിട്ടുള്ള സർവ്വ വ്യക്തികളിലും എന്തുണ്ട്? നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഈ തത്വത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളുമായിട്ടുള്ള നിന്നുള്ള ഈ ഉപദ്രവം അതിനെ തുടർന്ന് നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം. അപ്പം ചെരുപ്പുകളൊക്കെ ഒരു മാറ്റിയിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ. വ്യക്തികളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളൊരു ഒരു മെഡിറ്റേഷനാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ചെയ്യപ്പെടുന്നത്. എല്ലാവരും ചിലപ്പോൾ കൂട്ടിയിട്ടു എല്ലാവരും നേരെ ഇരിക്കും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്തെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്തെ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കാനായിട്ട്. നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഇരിക്കും, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിന് ശരീരത്തിനെ എല്ലാം നമ്മൾ പരുവപ്പെടുത്തി എടുക്കാൻ ഒരു വലിയ കാര്യമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്? മനസ്സിനെ ശാന്തമായി, നിശ്ചലമായി, ശൂന്യമായി നിർത്തി എൻ്റെ ബ്രഹ്മചൈതന്യത്തെ ഞാൻ ആസ്വദിക്കുക. ആ ഒറ്റ വഴിയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് നടക്കുകയില്ല. ഇനി 1000 അമ്പലങ്ങളിൽ പോയാൽ ആ ചൈതന്യത്തെ ഉൾക്കൊണ്ട്
അതിനെ ധ്യാനിച്ചല്ലാതെ നമുക്ക് ഒരിക്കലും ആ ചൈതന്യം നമുക്ക് കിട്ടുകയില്ല. അത് നമുക്ക് റെഡിയായിട്ട് നിൽക്കിയിരിക്കും. നേരെ ഇരിക്കും. കഴുത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആട്ടുപോയി. കഴുത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈറ്റ് വരേണ്ടത്. നമുക്ക് ടോട്ടലി ഫ്രീ ആവേണം. നമ്മൾ ശരീരം മുഴുവൻ നമ്മൾ റിലാക്സ് ചെയ്യുകയാണ്. കഴുത്തൊക്കെ ഫ്രീ എന്ന് പറഞ്ഞിരിക്കും. കണ്ണുകൾ സാവകാശം അടയ്ക്കൂ. സാവകാശം, മെല്ലെ കണ്ണുകൾ സാവകാശം എന്ന് പറഞ്ഞിരിക്കട്ടെ. ശരീരം മൊത്തം റിലാക്സ് ആവട്ടെ, വിശ്രമിക്കട്ടെ. ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുന്നുവെങ്കിൽ, വേദനയായിട്ടോ അതിലോ എന്തെങ്കിലും തോന്നി, ആ ഭാഗത്തെ മനസ്സിൽ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ റിലാക്സ് ചെയ്യും. സാവകാശം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കൂ. സാവകാശം നമ്മുടെ ശ്വാസത്തിൻ്റെ താളത്തിനെ യാതൊരു വിധത്തിലും ശല്യപ്പെടുത്തുന്നേയില്ല. അതിൻ്റെ യഥാർത്ഥമായ താളത്തിൽ തന്നെ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും പോകും. അതിൽ തന്നെ ശ്രദ്ധിക്കൂ. മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെ ശ്വാസകോശത്തിലേക്കും അവിടെ നിന്നും പുറത്തേക്കും പോകുന്ന ശ്വാസത്തിൽ സാവകാശം ശ്രദ്ധിക്കൂ. ശ്വാസത്തിലൂടെ മനസ്സ് സഞ്ചരിക്കട്ടെ. ശ്വാസത്തോടൊപ്പം മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെ, ശ്വാസനാളികളിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് വായു പോകുന്നതും അതേപോലെ തന്നെ പുറത്തു പോകുന്നതും ശ്രദ്ധിക്കൂ. മനസ്സിൽ കൊണ്ടുവരൂ. ശ്വാസത്തോടൊപ്പം മനസ്സ് സഞ്ചരിക്കട്ടെ. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം പുറത്തു വിടൂ. ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ കൊണ്ടുവരൂ. മനസ്സ് ഉള്ളിലേക്ക് പോകട്ടെ. മനസ്സിനെ റിലാക്സ്, ഫ്രീ ആക്കും. ഉള്ളിലേക്ക് മനസ്സ് പോകട്ടെ. ശ്വാസത്തിൽ വ്യക്തിയെ ആ വ്യക്തി പൂർണ്ണമായും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അയാളുടെ ശരീരവും അയാളുടെ മുഖഭാവം, കണ്ണ് എല്ലാം മനസ്സിൽ വ്യക്തമായി വരട്ടെ. ഒന്നോ അതിലധികമോ വ്യക്തികൾ. ഒരു പുഞ്ചിരി മുഖത്ത് വയ്ക്കൂ. ജെന്റിൽ സ്മൈൽ. ആ വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി നിങ്ങളുടെ പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരട്ടെ. ആ വ്യക്തികളോടുകൂടായി പറയുന്നതായി മനസ്സ് സങ്കല്പിക്കൂ. താങ്കളുടെ പൂർണ്ണ സ്വഭാവത്തോടുകൂടി ഞാൻ താങ്കളെ ഉൾക്കൊള്ളുന്നു, സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ നെഗറ്റീവ് പോയിന്റുകളും എല്ലാ പോസിറ്റീവ് പോയിന്റുകളോട് കൂടി താങ്കളെ പൂർണ്ണമായി എന്നെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു. പൂർണ്ണമായും ഞാൻ നിങ്ങളെ എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളും നിങ്ങളുടെ ചീത്ത സ്വഭാവങ്ങളും
അതുൾപ്പെടെ നിങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഐ അക്സെപ്റ്റ് യു ടോട്ടലി വിത്ത് ഓൾ യുവർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. മൊത്തം താങ്കളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ കണ്ണുകളിൽ നോക്കി ചെറിയ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നു. ചെറിയ പുഞ്ചിരി വരട്ടെ. താങ്കളെ മൊത്തമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലോ മനസ്സിലോ താങ്കൾ ഇന്നു മുതൽ ഒരു ശല്യമോ ഒരു ഉപദ്രവകാരിയോ ആകുന്നില്ല. താങ്കളെ മൊത്തം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മൊത്തം. അയാളിൽ നിന്നും നമുക്കുണ്ടായ പ്രയാസങ്ങളും വേദനകളും മനസ്സിൻ്റെ പിരിമുറുക്കുകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നതായി മനസ്സിൽ കൊണ്ടുവരുമോ? ആ വ്യക്തി നമ്മുടെ മനസ്സിലേൽപ്പിച്ച മുറിവുകളും വേദനകളും പിരിമുറുക്കങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും മാറിപ്പോകുന്നതായി മനസ്സിൽ കൊണ്ടുവരുമോ? മനസ്സ് പൂർണ്ണമായും ആ വ്യക്തിയിൽ നിന്നും സ്വതന്ത്രമാകുന്നതായി മനസ്സിൽ കൊണ്ടുവരും. പൂർണ്ണമായും നമ്മൾ സ്വതന്ത്രമായിരിക്കണം. ചെറിയ പുഞ്ചിരി മുഖത്തുണ്ടാവട്ടെ. സാവകാശം ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. മൂക്കിൻ്റെ ദ്വാരങ്ങളിലൂടെ വളരെ ശാന്തമായി ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തിൽ മനസ്സ് കൊണ്ടുവരൂ. ശ്വാസത്തോടൊപ്പം മാത്രം മനസ്സ് സഞ്ചരിക്കട്ടെ. ഇൻ ഔട്ട്, അകത്തേക്കും പുറത്തേക്കും. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. സാവകാശം എടുക്കൂ. മനസ്സ് കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പോകട്ടെ. ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്ത് വിടുമ്പോൾ ഓംകാരം ചാറ്റ് ചെയ്യൂ. ഓംകാരം എല്ലാവരും പുറത്ത് ശബ്ദം കേൾക്കത്തക്ക രീതിയിൽ ചാറ്റ് ചെയ്യൂ. ഒരു ദീർഘശ്വാസം എടുക്കൂ. ആസ് യു ബ്രീത്ത് ഔട്ട് യു ചാറ്റ് ഓം. ഒരു ശ്വാസം വിടും. Once more. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഒരു സ്മൈലിംഗ്. Keep a smiling on your face. ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് നിൽക്കട്ടെ. സാവകാശം. Gently and slowly you may open your eyes.
സാവകാശം സാവകാശം കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാവുന്ന. അങ്ങനെയുണ്ട്. നമ്മുടെ വ്യക്തികളെ ആരും ആയിക്കോട്ടെ, നമ്മൾ ഭർത്താവട്ടെ, നമ്മുടെ അനിയനാവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അവരിൽ നിന്നും എന്തെങ്കിലും മാനസികമായി പിരിമുറുക്കമുണ്ടെങ്കിൽ ഒരു മരുന്നാണ്, ഒരു സഞ്ജീവനാണ് നിങ്ങൾക്ക് ഇപ്പം തന്നത്. ഇത് ഒറ്റ വഴിയല്ലാതെ ഈ ലോകത്ത് ഒരു മരുന്ന് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതേ ഉള്ളൂ മരുന്ന്. അയാൾ അടിക്കാനും പിടിക്കാനും പോയാൽ ഇതിനേക്കാളും അത് പ്രശ്നമാവും. ഞാൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ടോട്ടലി ആൻഡ് ടോട്ടലി. നിങ്ങൾ എനിക്ക് ഒരു ശല്യക്കാരനേ അല്ല, ഒരു ശല്യക്കാരനേ അല്ല. നിങ്ങളെ എൻ്റെ മനസ്സിൽ തൂക്കിയിട്ടുണ്ട് നടക്കാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളെ മൊത്തം ഞാൻ സ്വീകരിച്ചിട്ട് പുറന്തള്ളുന്നു. അല്ലാതെ സ്വീകരിക്കും. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് നന്നാക്കും, ഒരു മകനെ നിങ്ങൾക്ക് നന്നാക്കണം, അവനെ ആദ്യം സ്വീകരിക്കുമോ അവൻ്റെ സ്വഭാവത്തോടു കൂടി. അല്ലെങ്കിലോ അവനെ കാണപ്പം തന്നെ നമ്മളെ മനസ്സിലിഞ്ഞടാ നീ അത് നോ. അവനെ നമുക്ക് സ്നേഹത്തോടെ അവനെ തലോടണമെങ്കിൽ അവൻ്റെ സ്വഭാവത്തെ ആദ്യം ഉൾക്കൊള്ളുക. എങ്കിലേ എൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ നോക്കൂ. എന്നിട്ടേ എനിക്ക് അവനെ ഉപദേശിക്കാൻ പറ്റൂ. അല്ല, എനിക്ക് അവനെ കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് ഒട്ടും അവൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് എങ്ങനെ അവൻ്റെ മകനെ നന്നാക്കാൻ പറ്റുക? നോ. നിനക്ക് ഇന്ന സ്വഭാവമുണ്ട് നമ്മുടെ മനസ്സിൽ കരുതുക. ഞാൻ എന്നെ ആ സ്വഭാവത്തോട് കൂടി വരും എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ശാന്തമാവും, വളരെ ശാന്തമാവും. എന്തിനും ഓക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇത് ഒരു മൃതസഞ്ജീവിനിയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ മുഴുവൻ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, പ്രാക്ടീസ് അറ്റ് യുവർ ഹോം.